നമസ്കാരം. മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ കുറ്റപത്രത്തിന് കേന്ദ്ര സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. സിവിൽ ഏവിയേഷൻ നിയമം ചുമത്തിയതിനാൽ ഏപ്രിലാണ് കുറ്റപത്രം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിനകത്ത് പ്രതിഷേധം നടന്നത്. 4 കോൺഗ്രസ് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ ശബരിനാഥ്, ഫസിൽ മജീദ്, നവീൻ കുമാർ, സുനിത് എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം. വിമാനത്തിനുള്ളിൽ വച്ച് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനയാത്രയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ വധശ്രമം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യാശ്രമം, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളായിരുന്നു ചുമത്തിയിരിക്കുന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച് വധശ്രമ കേസിൽ പ്രതികളാക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫസിൽ മജീദും നവീൻ കുമാറും നൽകിയ പരാതി EP ജയരാജനെതിരെയും കേസെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ, PA സുനീഷ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം JFMC കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനയാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വിമാനത്തിനുള്ളിൽ വച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫസിൽ മജീദ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ഗൂഢാലോചനയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KS ശബരിനാഥനും പ്രതിയാണ്. വധശ്രമം, ഗൂഢാലോചന എന്നിവയ്ക്കൊപ്പം വ്യോമയാന നിയമത്തിലെ വകുപ്പ് കൂടി ചുമത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയത്. സംഭവത്തിൽ ഇൻഡിഗോ വിമാനത്തിലെ ഉദ്യോഗസ്ഥർ, വിമാനത്താവള ജീവനക്കാർ, യാത്രക്കാർ എന്നിവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. അന്വേഷണം പൂർത്തിയാക്കിയ കുറ്റപത്രത്തിന്റെ കരടും തയ്യാറാക്കി. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന, പ്രോസിക്യൂഷൻ അനുമതി ഇതെല്ലാം പരിഗണിച്ചായിരുന്നു മുന്നോട്ടുള്ള പോക്ക്. ഈ മാസം തന്നെ ഫോറൻസിക് റിപ്പോർട്ട് നൽകണമെന്ന് പ്രത്യേക സംഘം ഫോറൻസിക് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ EP ജയരാജൻ തള്ളിയിട്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ PA സനീഷും ഗൺമാൻ അനിലും മർദ്ദിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരാതിപ്പെട്ടെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല. ഒടുവിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു യൂത്ത് കോൺഗ്രസുകാരുടെ പരാതിയിൽ വലിയതുറ പോലീസ് കേസെടുത്തത്. എന്തായാലും ഇതിനുശേഷം വിമാനത്തിൽ ഇനി കയറില്ല എന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു EP ജയരാജൻ രംഗത്ത് വന്നത്. പിന്നീട് വിമാന കമ്പനിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം EP ജയരാജൻ ഉയർത്തിയിരുന്നു. ശേഷം ട്രെയിനിനായിരുന്നു EP-യുടെ എല്ലാ യാത്രകളും. ശേഷം പിന്നീട് ഗതികെട്ട് ഒടുവിൽ വിമാനത്തിൽ കയറേണ്ട അവസ്ഥയും EP ജയരാജനുണ്ടായി.